അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ ഖുർആൻ പഠിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്തു യാസീനാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്ത് യാസീനിൻ്റെ ആദ്യ ഭാഗത്തെ ഏതാനും ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചവസാനിപ്പിച്ചത്. നാം പഠിച്ച ആയത്തുകൾ നമുക്ക് ആദ്യം കാണാതെ നമുക്കൊന്ന് അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. തൻസീലൽ അസീസിർ റഹീം. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഈ ആയത്തിലെ ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ എന്ന ആയത്തിൻ്റെ വിശദീകരണമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പറഞ്ഞത്. ഇതിൽ ഗാഫിലൂൻ എന്ന് അല്ലാഹു തആല ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി അല്ലാഹു നിയോഗിച്ചു. ഇന്നക ലമിനൽ മുർസലീൻ. ആ റസൂൽ കാണിക്കുന്ന വഴി നേരായ വഴിയാണ്, സിറാത്തുൽ മുസ്തഖീമാണ്. ആ സിറാത്തുൽ മുസ്തഖീമിൻ്റെ പ്രത്യേകത തൻസീലൽ അസീസ് റഹീം. അസീസും റഹീമുമായ, പ്രതാപിയും കാരുണ്യവാനുമായ അള്ളാഹു അവതരിപ്പിച്ചതാകുന്നു അത്. എന്തിനാണ്? ലിതുൻദിറ, നബിയെ താങ്കൾ നീ താക്കീത് നൽകാൻ വേണ്ടി, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി, കൗമൻ ഒരു ജനതയെ താങ്കൾ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. എന്താണ് ആ കൗമിൻ്റെ പ്രത്യേകത? മാ ഉൻദിറ ആബാഉഹും, അവരുടെ പിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ തൊട്ടു മുമ്പുള്ള പ്രവാചകനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം, അതിനിടയിൽ വലിയ ഒരു ഇടവേളയുണ്ട്. സാധാരണ പ്രവാചകന്മാർ വരുന്ന കാലഘട്ടത്തേക്കാൾ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി വരുന്നത്. അപ്പോൾ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഫഹും ഗാഫിലൂൻ, ആകയാൽ അവർ അശ്രദ്ധരാണ്. അപ്പം അവരുടെ ശ്രദ്ധയെ ഉണർത്തുന്നതിന് വേണ്ടി അശ്രദ്ധരായ ഒരു ജനതയെ മുന്നറിയിപ്പ് നൽകാൻ, താക്കീത് നൽകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു വെച്ചത്, ഈ ഗഫ്ലത്ത് അഥവാ അശ്രദ്ധയുണ്ടാകുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന കാര്യമാണ്. ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ കൊണ്ട് വലിയ തീരാ ദുഃഖങ്ങൾ ദുനിയാവിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ വളരെ സുപ്രധാനമായ ചില വിഷയങ്ങളിൽ നമുക്കുണ്ടാകുന്ന അശ്രദ്ധകൾ നമ്മുടെ പാരത്രിക ലോകത്ത് വമ്പിച്ച അപകടം, ദുരന്തം നമുക്ക് വരുത്തി വെക്കും എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മുന്നറിയിപ്പിലൂടെ, താക്കീതിലൂടെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം നമ്പറിട്ട് പഠിച്ചിട്ടുള്ളത്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ
പങ്കെടുത്ത എല്ലാവർക്കും അറിയാം, നമ്മുടെ ഖുർആനും നോട്ട് പുസ്തകവും പേനയുമൊക്കെ ആയിട്ടാണ് ഈ ക്ലാസ്സിന് മുന്നിൽ ഇരിക്കേണ്ടത് എന്ന് ഞാൻ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നും എനിക്കറിയാം. എന്നിരുന്നാലും ആരെങ്കിലുമൊക്കെ ഓരോ ക്ലാസ്സുകളിലും പുതിയ ആളുകൾ ഉണ്ടാകാറുണ്ട് എന്നതുകൊണ്ട് അവരെ മുന്നിൽ കണ്ടുകൊണ്ട് ആണ് പറയുന്നത്. പേനയും നോട്ട് പുസ്തകവും ഖുർആനും നിങ്ങളെ കൈകളിൽ വേണം. ഇതൊരു സാധാരണ ഒരു പ്രസംഗം പോലെ അല്ലെങ്കിൽ ഒരു ക്ലാസ് പോലെയല്ല. പറയുന്ന ആയത്തുകൾ നിങ്ങൾ ഖുർആൻ സൂറത്തും നമ്പറും ആയത്തിൻ്റെ നമ്പറും പറയുമ്പോൾ നിങ്ങൾ സൂറത്ത് മറിച്ച് ആയത്തു മറിച്ച് അതിലേക്ക് നോക്കിയിരിക്കണം. ആ സ്ഥലം നിങ്ങൾ കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള പ്രയോജനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു വച്ചത് അല്ലാഹു തആല ഗാഫിലല്ല എന്ന് ഖുർആനിൽ പറഞ്ഞ വിഷയങ്ങളാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് അള്ളാഹു ഒരിക്കലും അശ്രദ്ധനല്ല. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ തുടങ്ങിയിട്ടുള്ള ഖുർആനിലെ 10 പ്രയോഗങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അള്ളാഹു ഒരിക്കലും അശ്രദ്ധനല്ല എന്നു പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ വിഷയങ്ങൾ വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്, നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ആ ആയത്തുകൾ 10 ആയത്തുകൾ നമ്മൾ പരിശോധിച്ചു. ഇന്ന് നമുക്ക് ഏതാനും ചില ആയത്തുകൾ കൂടി പറഞ്ഞ് ഈ ആയത്തിൻ്റെ വിശദീകരണം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായി നോക്കേണ്ടത് ഏറ്റവും നിന്ദ്യകരമായ ഗഫ്ലത്ത് എന്താണ്, ഏറ്റവും അപമാനകരമായ നിന്ദ്യകരമായ അശ്രദ്ധ എന്തിനെ സംബന്ധിച്ചാണ്, അത് നമ്മൾ പരിശോധിക്കണം. അത്തരമൊരു അശ്രദ്ധ നമുക്കുണ്ടോ എന്നും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായി മറിക്കേണ്ടത് സൂറത്ത് അറാഫിലെ 179 ആയത്താണ്. 7 179 സൂറത്ത് അറാഫിലെ 179 ആയത്ത് നിങ്ങൾ മറിക്കുക. ആയത്ത് കണ്ടതിന് ശേഷം അത് ഓതും. 7-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ അറാഫ്. സൂറത്ത് അറാഫിലെ 179 7-ാമത്തെ സൂറത്താണ് സൂറത്ത് അറാഫ്. അതിലെ 179 ആയത്താണ് നോക്കേണ്ടത്. 179 ആയത്ത് മറിച്ചു കണ്ടു എന്ന് കരുതുന്നു. 179 ഖുർആനിലെ പേജ് പറയാത്തത്, നിങ്ങളെ കൈകളിലുള്ള ഖുർആനിലെ പേജുകളിൽ വ്യത്യാസമുണ്ടാകും. എൻ്റെ കയ്യിലുള്ള ഖുർആനിൻ്റെ അതേ പേജ് നമ്പർ ആകില്ല നിങ്ങളെ കയ്യിൽ. ഖുർആനിൻ്റെ പേജുകൾ വ്യത്യാസമുണ്ടാകും. അതുകൊണ്ടാണ്. അപ്പോൾ സൂറത്തും ആയത്തും നമ്പറും പറയുക മാത്രമേ നിർവാഹമുള്ളൂ. 7-ാം അധ്യായമായ സൂറത്തുൽ അറാഫിലെ 179 ആയത്ത് ഞാൻ വായിക്കാം. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ധാരാളം പേരെ നാം നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലാഹു പറയണം. അള്ളാഹു പടച്ച ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ധാരാളം പേർ, അവർക്ക് വേണ്ടി നരകമാണുള്ളത്. നരകത്തിന് വേണ്ടിയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ധാരാളം പേർ, അധിക പേരും, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട അധിക പേരും നരകത്തിന് വേണ്ടി പടക്കപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞാൽ അവർ നരകത്തിലായിരിക്കും കൂടുതൽ പേരും. എന്താ കാരണം? ലഹും അവർക്കുണ്ട്. വായിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്. ലാ യഫ്ഖഹൂന ബിഹാ, ആ ഹൃദയങ്ങൾ കൊണ്ട് അവർ ചിന്തിക്കില്ല. വലഹും അവർക്കുണ്ട് അഅയുനുൻ, കണ്ണുകളുണ്ട്. ലാ യുബ്സിറൂന ബിഹാ, അതുകൊണ്ട് അവർ കാണേണ്ടത് കാണുകയില്ല. വലഹും ആദാനുൻ, അവർക്ക് ചെവികളുണ്ട്. ലാ യസ്മഊന ബിഹാ, അവർ ആ കേൾക്കേണ്ടതിനെ അവർ കേൾക്കുകയില്ല. ഉലായിക കൽ അൻആം, അക്കൂട്ടർ കാലികളെപ്പോലെയാണ്. അവർ കാലികളെ പോലെയാണ്. ഹും അളൽ, ബൽ അല്ല, ഹും അവർ അളൽ, അതിനേക്കാൾ മോശമാണ്.
കാലികളല്ലെന്നല്ല, അതിനേക്കാൾ മോശമാണ്. ഉലായിക്ക അക്കൂട്ടറുഹും അവർ തന്നെയാണ് അൽ ഗാഫിലൂൻ അശ്രദ്ധർ, അവർ തന്നെയാണ് അശ്രദ്ധർ. ശരി, എന്താണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞത്? ഇതല്ല ഏറ്റവും അപമാനകരമായ വിഷയം ഗഫലത്ത് കൊണ്ട്. എന്താണ്? കണ്ണുണ്ട് കാണണം, അതാണല്ലോ അശ്രദ്ധ. ശ്രദ്ധ എന്ന് പറയുന്നത് അതാണല്ലോ. കണ്ണുണ്ട് കാണാതിരിക്കലാണ് അശ്രദ്ധ, കാതുണ്ട് കേൾക്കാതിരിക്കലാണ് അശ്രദ്ധ, ഹൃദയമുണ്ട് ചിന്തിക്കാതിരിക്കലാണ് അശ്രദ്ധ. അപ്പോൾ ഹൃദയമുണ്ട് ചിന്തിക്കുന്നില്ല, കണ്ണുകളുണ്ട് കാണുന്നില്ല, ചെവികളുണ്ട് കേൾക്കുന്നില്ല. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കലും കേൾക്കേണ്ടത് കേൾക്കലും കാണേണ്ടത് കാണലുമല്ലേ? അതില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഉലായിക്ക ഹുമുൽ ഗാഫിലൂൻ എന്ന് പറഞ്ഞത്, അവരാണ് അശ്രദ്ധർ എന്ന് പറഞ്ഞത്. ശരി, എന്താണ് നമ്മൾ പറയുന്നു? നമുക്ക് കണ്ണുണ്ടല്ലോ, നമ്മൾ കാണുന്നുണ്ടല്ലോ, കാതുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ, ഹൃദയമുണ്ടല്ലോ, ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ പറഞ്ഞേക്കാം. പക്ഷേ ഇവിടെ കാണേണ്ടതും കേൾക്കേണ്ടതും ചിന്തിക്കേണ്ടതും ഏതാ വിഷയം? ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കതുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ കേൾക്കേണ്ടതും കാണേണ്ടതും ചിന്തിക്കേണ്ടതും എന്താണ്? ഞാൻ എൻ്റെ വകയായി ഒന്നും പറയുന്നില്ല. ഈ ആയത്തിലെ തൊട്ടു മുകളിലുള്ള ആയത്തുകളൊന്ന് വായിച്ചു നോക്കൂ. എന്താണ് ആയത്ത്? സാ മസലൻ, കണ്ട, സാ മസലൻ അൽ ഖൗമുൽ ലദീന കദ്ദബൂ ബിആയാതിനാ വഅൻഫുസഹും കാനൂ യളിമൂൻ. അതിനുശേഷം അല്ലാഹു പറയുന്നത് നോക്കൂ, എന്താണ്? മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്. അള്ളാഹു ഏതൊരാളെ നേർവഴിയിലാക്കിയോ ഹിദായത്തിലാക്കിയോ അവനാകുന്നു സന്മാർഗം പ്രാപിക്കുന്നവൻ. വമൻ യുദ്ലിൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ആരാണോ വഴികേടിലേക്ക് നയിക്കപ്പെട്ടവൻ, വഴിവേവിലാകുന്നവൻ ആരാണോ അവൻ തന്നെയാണ് നഷ്ടപ്പെട്ടവൻ, നഷ്ടകാരികളിൽപ്പെട്ടവൻ. ഉലൈക ഹുമുൽ ഖാസിറൂൻ. അപ്പോൾ എന്താണ് എന്ന് കാര്യം വളരെ വ്യക്തമാണ്. അള്ളാഹു ഹിദായത്ത് നൽകി. അള്ളാഹു കൊടുക്കുന്ന ഹിദായത്ത് ഇതിലൂടെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൻ ലിൽ മുത്തഖീൻ. ഖുർആനെക്കുറിച്ച് അള്ളാഹു ധാരാളം സ്ഥലത്ത് പറഞ്ഞു, അതാണ് ഹുദ, അതാണ് ഹുദ, അതാണ് മാർഗദർശനം, അല്ലേ? അപ്പം അള്ളാഹു നൽകുന്ന മാർഗദർശനം, അള്ളാഹു നൽകിയ വഴി ഏതാണ്? ഖുർആനാണ്. അതാണ് വൽ ഖുർആനിൽ ഹക്കീം എന്ന് പറഞ്ഞത്. അപ്പോൾ ഖുർആൻ കേൾക്കാത്തവർ, ഖുർആനിനെപ്പറ്റി ചിന്തിക്കാത്തവർ, ഖുർആനിലൂടെ കിട്ടേണ്ട ഹിദായത്ത് കണ്ടെത്താത്തവർ, അത് കേൾക്കാത്തവർ, അത് പഠിക്കാത്തവർ, അവർ അശ്രദ്ധയിലാണ്. അപ്പം അതുകൊണ്ട് ഖുർആൻ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഒരിക്കലും അശ്രദ്ധമാകാൻ പാടില്ല. ഖുർആനിൻ്റെ വിഷയത്തിൽ അശ്രദ്ധ പാടില്ല. ഖുർആൻ പഠിക്കണം, ഖുർആൻ കേൾക്കണം, ഖുർആൻ ഓതണം, ഖുർആൻ വായിക്കണം, അതിൻ്റെ മുന്നിൽ ഇരിക്കണം, അത് ചിന്തിക്കണം. കാരണം അത് വല്ലാത്തൊരു വഴികാട്ടലാണ്, നമുക്ക് സമാധാനമാണ്, നമ്മുടെ ഹൃദയങ്ങൾക്ക് നമുക്ക് നൽകുന്ന ശാന്തി അപാരമാണ് ഖുർആൻ നൽകുന്നത്. അതുകൊണ്ട് അത് കേൾക്കാത്തവർക്ക് അവരുടെ ജീവിതം കാലികളെപ്പോലെ അല്ല, അതിലും മോശം എന്ന് അല്ലാഹു പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഏറ്റവും അപമാനകരമായ ഗഫ്ലത്ത് ഏതാണ്? ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട ഗഫ്ലത്തിൽ ജീവിക്കുന്നവരാണ് എന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാതും കണ്ണും ഹൃദയവുമെല്ലാം നൽകിയത് ഖുർആനിൻ്റെ മുന്നിൽ, അതാണ് ഖുർആനിൻ്റെ മുന്നിൽ. അപ്പോൾ മാത്രമേ സഹോദരങ്ങളെ നമ്മളെ കണ്ണിനെ അള്ളാഹു ഒരു മനുഷ്യൻ നൽകിയ കണ്ണിൻ്റെ ധർമ്മം എന്താണ്? ആ ധർമ്മത്തെ സത്യസന്ധമായി ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അള്ളാഹു തന്ന കാതിനെ, അതിൻ്റെ ധർമ്മത്തെ സത്യസന്ധമായി ഉപയോഗപ്പെടുത്താൻ കഴിയണമെങ്കിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കേൾക്കേണ്ടത് എന്താണ്, കേൾക്കാൻ പാടില്ലാത്തത് എന്താണ്? നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, നമ്മുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേൾക്കേണ്ടതെന്ത്, കേൾക്കാൻ പാടില്ലാത്തതെന്ത്, കാണേണ്ടതെന്ത്, കാണാൻ പാടില്ലാത്തതെന്ത്, വളരെ വ്യക്തമായി ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഖുർആനിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ഈ ഭൗതിക ലോകത്ത് ഏതൊരു സമാധാനമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ജീവിക്കുന്ന കാലം അത്രയും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും നമുക്ക് കിട്ടണമെങ്കിൽ ഖുർആനിലൂടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും അപമാനകരമായ ഗഫലത്ത് അതാണ്. ഇനി നിങ്ങൾ സൂറത്ത് യൂനുസ് മറിക്കുക. സൂറത്ത് യൂനുസ് 10-ാം അധ്യായമാണ്. 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 7-ാമത്തെ ആയത്ത്.
എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഖുർആനിൻ്റെ വിഷയത്തിൽ, ദീനിൻ്റെ വിഷയത്തിൽ അശ്രദ്ധ വന്നിട്ടുള്ളത്? ദുനിയാവിൻ്റെ വിഷയത്തിലുള്ള അത്ര ശ്രദ്ധ ഖുർആനിൻ്റെ കാര്യത്തിലും ദീനിൻ്റെ കാര്യത്തിലും ഇല്ല. എന്താ കാരണം? വായിക്കൂ, ആയത്ത് വായിക്കൂ. സൂറത്ത് യൂനുസിലെ 10-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ വത്മഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. എന്താണ് അള്ളാഹു പറയുന്നത്? ഇന്നല്ലദീന, തീർച്ചയായും ഒരു കൂട്ടർ, ലാ യർജൂന ലിഖാഅന, നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവരാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് പ്രതീക്ഷിക്കാത്തവരാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊക്കെ പറയാറുണ്ട്. അള്ളാഹുവിൽ നിന്നാണ് നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കിലേക്കാണ് മടക്കപ്പെടുക എന്നൊക്കെ പറയും. പക്ഷേ അത് ഉൾക്കൊണ്ടുകൊണ്ടല്ല, ആശയം അറിഞ്ഞുകൊണ്ടല്ല. ഒരാൾ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ അത് കേവലം ഒരു സ്റ്റിക്കറായി മാറിയിപ്പോൾ, അല്ലേ? നമ്മളൊരു ഫോർവേഡ് ചെയ്യുന്ന സ്റ്റിക്കർ മാത്രമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹൃദയത്തിൽ തട്ടി എത്ര പേര് പറയാറുണ്ട്? അപ്പോൾ അള്ളാഹ് പറയാ, തമ്മെ കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷിക്കാത്തവർ, വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ, ഇഹലോക ജീവിതം കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്തവർ, വത്മഅന്നു ബിഹാ, അതിൽ സമാധാനമടയുകയും ചെയ്തവർ. കണ്ടോ? ഐഹിക ജീവിതത്തിൽ സമാധാനമടയുകയും അത് തൃപ്തിപ്പെടുകയും ചെയ്തവർ. ഈ ദുനിയാവ് മതി, ദുനിയാവിലെ ജീവിതം മതി, ഇത് മതി, പരലോകമൊന്നുമില്ല, പരലോകത്തെക്കുറിച്ച് ആഗ്രഹങ്ങളോ ചിന്തകളോ ഒന്നുമില്ല, ഇത് മതി. അപ്പോൾ പരലോകത്തെക്കുറിച്ച്, ഈ ഇഹലോകത്തെക്കുറിച്ച് തൃപ്തിപ്പെടുകയും അതിൽ സമാധാനമടയുകയും, അതിലുള്ള മക്കൾ, കുടുംബം, സമ്പത്ത്, സ്വത്ത്, മുതൽ, വീട്, ഇതിലൊക്കെ ഇങ്ങനെ അതിനെപ്പറ്റി മാത്രം ചിന്തിച്ച് അതിൽ സമാധാനമടഞ്ഞ് അതിൽ തൃപ്തിപ്പെട്ടങ്ങനെ ജീവിക്കുക. മരിക്കണം എന്നുള്ള ചിന്തയോ, പരലോകമുണ്ട്, ഖബറുണ്ട്, ഇതിനെപ്പറ്റിയൊന്നും ചിന്തയില്ല, അള്ളാഹിനെപ്പറ്റി ഓർക്കുന്നില്ല. ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ ദുനിയാവിൽ, അത് ദുനിയാവിൻ്റെ ചിന്ത മാത്രമേ അവർക്കുള്ളൂ, ദുനിയാവിലെ ശ്രദ്ധ മാത്രമേ ഉള്ളൂ. ഇവിടെ അസുഖങ്ങൾ വരരുത്, ഇവിടെ രോഗങ്ങൾ വരരുത്, ഇവിടെ പട്ടിണി ഉണ്ടാവരുത്, ദാരിദ്ര്യം ഉണ്ടാവരുത്, നഷ്ടങ്ങൾ സംഭവിക്കരുത്, ഈ ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആളുകൾ വല്ലദീനഹും അൻ ആയാത്തിനാ ഗാഫിലൂൻ, നമ്മുടെ തെളിവുകളെപ്പറ്റി, ആയാത്തുകളെക്കുറിച്ച്, നമ്മളെ വചനങ്ങളെക്കുറിച്ച്, ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അവർ അശ്രദ്ധയിലാണ്. ഗാഫിലൂൻ. കണ്ടോ? അപ്പോൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അശ്രദ്ധയിലായവരും ഈ ഐഹിക ലോകത്തെ സംബന്ധിച്ച് തൃപ്തിപ്പെടുകയും അതിൽ സമാധാനമടയുകയും ചെയ്തവർ, നമ്മെ കണ്ടുമുട്ടണം എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാത്തവരാരാണോ അവർക്ക് ഉലായിക മഅ്വാഹുമുന്നാർ, അവരുടെ സങ്കേതം നരകമാണ്. ബിമാ കാനു യക്സിബൂൻ, അവർ സമ്പാദിച്ചത് അതാണ്. അവർ യാതൊന്നും സമ്പാദിച്ചുവോ ആ സമ്പാദിച്ചതിൻ്റെ ഫലമായി അവർക്കുള്ള സങ്കേതം അത് നരകമാകുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ വെച്ച് നാം സമ്പാദിക്കേണ്ടത് എന്താണ് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മുടെ സജീവമായ ശ്രദ്ധയെ അല്ലാഹു തആല ഉണർത്തുകയാണ്. ഇനി നമ്മൾ മറിക്കേണ്ടത് 16-ാം അധ്യായമാണ്. പെട്ടെന്ന് മറിക്കാം. 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലാണ്. സൂറത്തുൻ നഹ്ലിലെ 108-ാമത്തെ ആയത്ത്. അപ്പോൾ നമ്മൾ 10-ൽ 7 പറഞ്ഞു. ഇനി 16 സൂറത്തുൻ നഹ്ലാണ്. 16-ാമത്തെ അധ്യായത്തിലെ 108-ാമത്തെ ആയത്ത്. 16-ൽ 108 മറിക്കുക. 16-ൽ 108. ഉലൈക അല്ലദീന തബഅ അല്ലാഹു അലാ ഖുലൂബിഹിം. ഓരോ ആയത്തുകളെ പരസ്പരം ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കണം. നമ്മൾ പറഞ്ഞു പോയ ആയത്തുകളെ ഈ വായിക്കുന്ന ആയത്തുകളുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ചിന്തിക്കണം. ഓരോന്നും മറ്റൊരായത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഉലൈക അല്ലദീന തബഅ അല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾ അള്ളാഹു സീൽ വച്ചിരിക്കുന്നു. വസംഇഹിം, അവരുടെ കാതുകൾ. വഅബ്സാരിഹിം, അവരുടെ കണ്ണുകൾ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ. ആയത്ത് വളരെ വ്യക്തമാണ്. ഹൃദയങ്ങൾക്കും കേൾവിക്കും കാഴ്ചകൾക്കും അള്ളാഹു മുദ്ര വെച്ചിട്ടുള്ള ഒരു വിഭാഗമാകുന്നു അക്കൂട്ടർ. ആരാണ് ഉലൈക അക്കൂട്ടർ? ഹൃദയങ്ങൾക്ക് അള്ളാഹു സീൽ വെച്ചു, കാതുകൾക്കും കണ്ണുകൾക്കും അള്ളാഹു സീൽ വെച്ചിരിക്കുന്നു. അക്കൂട്ടർ തന്നെയാകുന്നു ഗാഫിലൂൻ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അക്കൂട്ടർ തന്നെയാകുന്നു അശ്രദ്ധർ. ആരെ പറ്റിയ തൊട്ടു മുന്നിൽ ആയത്ത് വായിച്ചു നോക്കൂ.
തൊട്ട് മുന്നിലായത്ത് ദാലിക ബി അന്നഹും ഇസ്തഹബ്ബുൽ അയാഹ് ദാലിക ബി അന്നഹും ഇസ്തഹബ്ബുൽ ഹയാത്തദ് ദുനിയ, ഭൗതിക ലോക ജീവിതത്തെ, ഇഹലോക ജീവിതത്തെ അലൽ ആഖിറ, പരലോകത്തേക്കാൾ അവർ ഇഷ്ടപ്പെട്ടു. കണ്ടോ, പരലോകത്തേക്കാൾ ഐഹിക ജീവിതത്തെ അവർ ഇഷ്ടപ്പെട്ടു. ബി അന്നഹും ഇസ്തഹബ്ബുൽ ഹയാത്തദ് ദുനിയ അലൽ ആഖിറ വ അന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. വിശ്വാസമില്ലാത്ത ജനതയെ അള്ളാഹ് ഹിദായത്തിലാക്കൂല. അപ്പോൾ അള്ളാഹ് ഹിദായത്തിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സംശയം വേണ്ട ആർക്കും. അള്ളാഹ് ആരെങ്കിലും ഹിദായത്തിലാക്കിയാൽ അവർ സന്മാർഗം പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു നൽകുന്ന ഹിദായത്ത് എങ്ങനെയാണ്? അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുമ്പോൾ അള്ളാഹ് ഹിദായത്ത് കൊടുക്കുകയാണ്. അതിൽ നിന്ന് മാറി അശ്രദ്ധയോടുകൂടി ജീവിക്കുമ്പോൾ അവർക്ക് അള്ളാഹു ഹിദായത്ത് തടഞ്ഞു വെക്കുകയാണ്. ശരി, അത്തരം ആളുകൾ കണ്ടോ, ഇഹലോക ജീവിതത്തെ പരലോക ജീവിതത്തെക്കാൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവരുടെ ശ്രദ്ധയും അവരുടെ പരിഗണനയും അവരുടെ താല്പര്യങ്ങളും എല്ലാം ഈ ഐഹിക ലോകത്തെ ജീവിതത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് പരലോകത്തേക്കാൾ അവർ ഇഹലോകത്തെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവർ തന്നെയാകുന്നു, അവർ അങ്ങനെ ജീവിച്ചതുകൊണ്ട് അല്ലാഹു തആല കാണേണ്ടത് കാണാൻ, കേൾക്കേണ്ടത് കേൾക്കാൻ, കണ്ടോ, ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിക്കാൻ അവർക്ക് കഴിയാതെ മുദ്ര വച്ചുപോയി, സീൽ വെക്കപ്പെട്ടു പോയി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം ഒരു അവസ്ഥ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ശ്രദ്ധ ഇല്ലാത്തത്. എന്തുകൊണ്ടാണ് ബോധമില്ല? നമ്മൾ ഒരു കാര്യം, ഒരു അബദ്ധം സംഭവിച്ചു, ഒരു അപകടം സംഭവിച്ചു, ഒരു ബുദ്ധിമുട്ട് വീട്ടിലുണ്ടായി. എന്താ കാരണം? അത് ശ്രദ്ധിച്ചില്ല, ശ്രദ്ധക്കുറവ് അല്ലേ? അല്ലെങ്കിൽ അപകടം സംഭവിച്ചു, എന്തേ നിങ്ങൾ മാറാതിരുന്നത്? കേട്ടില്ല. പിന്നെ എന്താ അവിടുന്ന് ഒഴിയാതിരുന്നത്? കണ്ടോ, കണ്ടില്ല, കേട്ടില്ല, അത്ര ശ്രദ്ധിച്ചില്ല, ആലോചിച്ചില്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ സീല് വെക്കപ്പെട്ടു, മുദ്ര വെക്കപ്പെട്ടു. അതുകൊണ്ട് അപകടങ്ങളാണ്, ദുരന്തങ്ങളാണ് സഹോദരങ്ങളെ വരാനിരിക്കുന്നത്. അതുകൊണ്ട് ഐഹിക ജീവിതത്തെ പരലോകത്തേക്കാൾ ഒരിക്കലും തന്നെ ഇഷ്ടപ്പെടുകയോ സ്നേഹിക്കുകയോ ചെയ്യേണ്ടതില്ല. അത്തരം ആളുകൾക്ക് അള്ളാഹു പറയുന്നു, പരലോകത്തേക്കാൾ ഇഹലോകത്തെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവർ തന്നെയാണ് അശ്രദ്ധർ. അപ്പോൾ ശ്രദ്ധിക്കണമെങ്കിൽ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകണം. അത് ഖുർആൻ പറയുന്നു. ഖുർആനിലെ 2 ഭാഗം പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇനി കൂടുതൽ ആളുകളും ഭൂരിപക്ഷം ആളുകളും അശ്രദ്ധയിലാണ് എന്ന് അള്ളാഹു പറഞ്ഞ 2 സ്ഥലങ്ങളുണ്ട്. 2 സ്ഥലങ്ങൾ ഖുർആനിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ നമ്മൾ വായിച്ചതാണ്. ആ സ്ഥലങ്ങൾ നിങ്ങൾ മറിക്കേണ്ടതില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ നമ്മളിപ്പോൾ രാത്രി തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാത്രി 7:15 മുതൽ നമ്മളൊരു ദർസ് നടത്തുന്നുണ്ടല്ലോ. ആ ദർസിൽ നമ്മൾ ഒരുപാട് മുൻ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. ആ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹു പറഞ്ഞ 2 ആയത്ത് ഞാൻ ഓതാം. നിങ്ങൾ മറിക്കേണ്ടതില്ല, ആയത്ത് മറിക്കേണ്ട, നിങ്ങൾ കേട്ടാൽ മതി. കാരണം നിങ്ങളത് മറിച്ച് കണ്ട ആയത്തുകളാണ്. ആയത്തിൻ്റെ നമ്പർ ഞാൻ പറയാം. ആദ്യം ആയത്ത് നിങ്ങൾ കേൾക്കൂ. 1, അള്ളാഹു തആല ഫിർഔനുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ 10-ാമത്തെ സൂറത്തിലെ 92-ാമത്തെ ആയത്ത്, 10-92. ഇപ്പോൾ നിങ്ങൾ മറിക്കേണ്ടതില്ല, നിങ്ങൾ കേട്ടാൽ മതി, എഴുതി വെച്ചാൽ മതി. 10-92 അള്ളാഹ് പറഞ്ഞത് ഫിർഔനിൻ്റെ ബോഡിയെ, ഫിർഔൻ മുങ്ങി മരിച്ചിട്ട് ഫിർഔനിൻ്റെ ശരീരത്തെ ഇന്നേ ദിവസം നാം ഇതാ ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, നിനക്ക് ശേഷം വരുന്നവർക്ക്, നിൻ്റെ പിൻഗാമികൾക്ക്, അതായത് നമുക്ക് പിൻഗാമികൾക്ക് ഒരു ദൃഷ്ടാന്തമായി ഈ ഫിർഔനിൻ്റെ ബദനിനെ, ഭൗതിക ശരീരത്തെ നാം ഇതാ നശിപ്പിക്കാതെ അവശേഷിപ്പിച്ചിരിക്കുന്നു എന്നുള്ള പറഞ്ഞൊരു കാര്യം ആയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പഠിച്ചതാണ്. എന്നും ഈജിപ്തിലെ മ്യൂസിയത്തിൽ അത് കാണാം, നമ്മൾ പറഞ്ഞിരുന്നു. വളരെ വ്യക്തമായി ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ, നിങ്ങൾക്ക് ഈജിപ്തിയൻ മ്യൂസിയത്തെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ അറിയാൻ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ശരി, അപ്പോൾ ഈ ആയത്ത് ഈ ആയത്തിൻ്റെ അവസാനം എങ്ങനെയാണ്? നിൻ്റെ ശരീരത്തെ നാം പിൽക്കാലത്ത് വരുന്നവർക്ക് തെളിവായി അവശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹ് പറയാണ്. എന്നാൽ ഇന്ന കസീറൻ മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ, നമ്മുടെ ഇത്തരം ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ഭൂരിപക്ഷം ജനങ്ങളും ഗാഫിലീങ്ങളാകുന്നു. ഈ ആയത്തിൻ്റെ അവസാനം എങ്ങനെയാണ്? അള്ളാഹു ഈ ഖുർആനിലൂടെ പറഞ്ഞ ഈ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് കസീറും മിനന്നാസ്, ഭൂരിപക്ഷം ആൾക്കാരും ഗാഫിലീങ്ങളാണ്, അശ്രദ്ധരാണെന്നാണ്. അപ്പോൾ കൂടുതൽ ആളുകളും അശ്രദ്ധരാകുന്ന കാര്യം ഖുർആനിൽ അള്ളാഹ് വിശദീകരിക്കുന്ന ഇത്തരം പാഠങ്ങളെക്കുറിച്ചാണ്.
ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ഓരോ ആയാത്തുകളും ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഓരോ ആയാത്തുകളും ഭൂമിയുടെ പല ഭാഗത്തായി അള്ളാഹു ബാക്കിയാക്കി വെച്ചിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഖുർആൻ പറയുന്നു. അത് നിങ്ങൾ കാണണം, അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം, ചിന്തിക്കണം. ഖുർആനിൽ അള്ളാഹ് വിശദമായി പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. കണ്ടോ? എന്നാൽ ഭൂരിപക്ഷം ആളുകളും അത് പഠിക്കുന്നില്ല. ഇനി മറ്റൊരായത്ത് സൂറത്ത് അറാഫിലെ തന്നെ 136 7 136. ഇതൊന്നും നിങ്ങൾ മറിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ എഴുതി വെച്ചാൽ മതി. അറാഫിലെ 136 ആയത്ത്. ഈ ആയത്തും ഫിർഔനുമായി ബന്ധപ്പെട്ട ആയത്താണ്. ആയത്ത് നിങ്ങൾ മറിക്കണ്ട, ഞാൻ ഓതിക്കളിപ്പിക്കാം, ശ്രദ്ധിക്കുക. ഫഅഗ്റഖ്നാഹും, അങ്ങനെ ഫിർഔനിനെയും ഫിർഔനിൻ്റെ കൂടെയുള്ളവരെയും നാം മുക്കിക്കൊന്നു. ഫിൽ യമ്മി, എവിടെ യമ്മ് എന്ന് പറഞ്ഞാൽ ചെങ്കടലാണ്. ആ ചെങ്കടലിൽ അവരെ നാം മുക്കിക്കൊന്നു. ബി അന്നഹും, എന്താ കാരണം? കദ്ദബൂ ബി ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ കളവാക്കി. വകാനു അൻഹാ ഗാഫിലീൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അവർ അശ്രദ്ധയിലായിരുന്നു. കണ്ടാ, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരിലേക്ക് ചെന്നത് എന്തിനു വേണ്ടിയാണ്? മുർസലീങ്ങളൊക്കെ താക്കീത് ചെയ്യാനാണ്, മുന്നറിയിപ്പ് നൽകാനാണ്. ആ മുന്നറിയിപ്പിനെ അവഗണിച്ചു അല്ലേ? എത്രമാത്രം ദൃഷ്ടാന്തങ്ങളാണ് ഫിർഔനിൻ്റെ മുന്നിൽ കണ്ടത്. ഫിർഔൻ എത്ര മൂസാ നബിയുടെ കൈകളിലൂടെ എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടു, എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ കണ്ടു. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, അള്ളാഹുവിൻ്റെ ഏകത്വം മനസ്സിലാക്കാൻ അല്ലേ? ഫിർഔനിന് കിട്ടിയ അധികാരവും സ്ഥാനങ്ങളുമെല്ലാം അള്ളാഹ് നൽകിയതാണെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ മൂസാ നബിയുടെ കൈകളിലൂടെ അവിടെ നടന്നില്ലേ? ഒരുപാട് പരീക്ഷിക്കപ്പെട്ടില്ലേ അവർ? പല രൂപത്തിലും പല രൂപത്തിലുമുള്ള നിസ്സാര വസ്തുക്കളെ കൊണ്ട് അവരുടെ ജീവിതം അസ്വസ്ഥമായില്ലേ? അവർ ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികൾ അവർക്കുണ്ടായില്ലേ? ഇങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ട് ആ ദൃഷ്ടാന്തങ്ങളൊന്നും അവർക്ക് നൽകേണ്ട പാഠങ്ങൾ നൽകിയില്ല. അവർ ഗാഫിലീങ്ങളായിരുന്നു. കണ്ടോ? അപ്പോൾ കൂടുതൽ ആളുകളും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ഗാഫിലീങ്ങളാണ് എന്ന കാര്യമാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും നമ്മളെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും ചിന്തിക്കാനും നമുക്ക് കഴിയണം. ശരി, അപ്പോൾ പല ആളുകളും നേരത്തെ പറഞ്ഞ തുടർച്ചയായിട്ട് അള്ളാഹ് പറയാണ്, പല ആളുകളുടെയും അശ്രദ്ധ പരലോകത്തിൻ്റെ വിഷയത്തിലാകുന്നു. നിങ്ങൾ ആയത്ത് മറിക്കണം. 30-7 സൂറത്ത് റൂമാണ്. സൂറത്ത് റൂമിലെ 7-ാമത്തെ ആയത്ത്. ഈ ആയത്തുകളൊക്കെ സഹോദരങ്ങളെ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ആയത്തുകളാണ്. നമ്മുടെ ജീവിതവുമായി, നമ്മുടെ സമൂഹത്തിൻ്റെ ജീവിതവുമായി ഈ പറയുന്ന ആയത്തുകൾക്ക് വല്ല ബന്ധവുമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എന്നാണ് അള്ളാഹ് പറഞ്ഞത്, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ജീവിതത്തിൽ നിന്ന് പ്രത്യക്ഷമായത് അവർ മനസ്സിലാക്കുന്നു. ഐഹിക ജീവിതത്തിൻ്റെ ഈ മോടികളിലും ഐഹിക ജീവിതത്തിൻ്റെ ഈ പ്രകടനതകളിലുമാണ് അവരുള്ളത്. അവരുടെ ഇൽമെല്ലാം അതാണ്. വഹും അനിൽ ആഖിറത്തി വഹും ഗാഫിലൂൻ. എന്നാൽ പരലോകത്തിൻ്റെ കാര്യത്തിലാകട്ടെ അവർ അശ്രദ്ധയിലാകുന്നു. പരലോകത്തിനെ പറ്റിയാകട്ടെ അവർ അശ്രദ്ധയിൽ തന്നെയാകുന്നു. സത്യമല്ല അള്ളാഹ് ഈ പറഞ്ഞ കാര്യം? ഇനി അതിൻ്റെ മേലെയുള്ള ആയത്തുകളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കേണ്ടി. നമ്മൾ മുമ്പ് പറഞ്ഞ വിഷയത്തിലേക്കാണ് ആയത്തുകളൊക്കെ വരിക. നമ്മളെ സൂറത്ത് യാസീനിൻ്റെ ആദ്യത്തെ ആയത്തിൽ വിശദീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ദുനിയാവിൻ്റെ ഈ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള നമ്മളെ ശ്രദ്ധ അല്ലേ? എന്നാൽ പരലോകത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അശ്രദ്ധരാണ്. ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചിലായി കിട്ടിയാൽ മതി എന്ന ഒരു ചിന്ത മാത്രമേ നമുക്കുള്ളൂ. ഈ ഒരു അവസ്ഥ നമുക്കുണ്ട് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി തരികയാണ്. എന്തിനാണ് ആയത്ത് നമ്മൾ കണ്ടത്? എന്തിനാണ് ഈ ആയത്ത് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത്? നമുക്കൊരു ശ്രദ്ധ വേണം എന്നതിനെ സംബന്ധിച്ച് തന്നെയാണ്. ഇപ്പം നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇന്നത്തെ ഭക്ഷണം എന്ത്? രാവിലത്തെ ചായ എന്താ? ഉച്ചക്കത്തെ ചോറെങ്ങനെ? രാത്രിക്കത്തെ ഭക്ഷണം എന്ത്? ഇന്നലെ എന്തായിരുന്നു? മിനിയാന്ന് എന്തായിരുന്നു? അല്ലേ? നമ്മളതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുകയാണ്. എന്നാൽ ഈ ചിന്ത നേരെ നോക്കി നിങ്ങൾ രാവിലെ നമ്മൾ ചൊല്ലേണ്ട ദിക്റ് അല്ലേ? രാവിലെ ചൊല്ലേണ്ട ദിക്റ്, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റ്, സൂര്യൻ ഉദിച്ചതിന് ശേഷമുള്ള ദിക്റുകൾ അല്ലേ? ഇങ്ങനെ പരലോകത്തേക്ക് വേണ്ടിയുള്ള ഒരുപാട് ഇബാദത്തുകൾ, ഇങ്ങനെ സുബഹീന് മുമ്പുള്ള സുന്നത്ത്, അതിന് മുമ്പുള്ള രാത്രി നമസ്കാരങ്ങൾ, സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമുള്ള സൂര്യൻ ഉദിച്ചതിന് ശേഷമുള്ള ശുറൂഖ് നിസ്കാരം, കുറച്ചും കൂടി കഴിഞ്ഞുള്ള ദുഹാ നിസ്കാരം. നമ്മൾ ചിന്തിച്ചു അതിനെ പറ്റിയിട്ട് സഹോദരങ്ങളെ? ഇങ്ങനെ നമ്മൾ രാവിലെയും വൈകുന്നേരം ഒക്കെ ദുനിയാവിനെ പറ്റിയാണ്, എന്നാൽ പരലോകത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ് വേണ്ടത്? പരിഹാരം എന്താണ്? പരിഹാരം വേദഗ്രന്ഥം പഠിക്കൽ തന്നെയാണ്. വേദഗ്രന്ഥം ആ വേദഗ്രന്ഥം പഠിക്കണം. ആ വേദഗ്രന്ഥം അതിനവതരിപ്പിച്ചതാണ്.
വേദഗ്രന്ഥത്തിൻ്റെ പഠനത്തിനെക്കുറിച്ചുള്ള അശ്രദ്ധ തന്നെയാണ് വിഷയം. ഞാൻ നിങ്ങൾക്കത് പച്ചയായി കാണിച്ചു തരാം. ആ ആയത്ത് വേദഗ്രന്ഥത്തിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട അശ്രദ്ധ തന്നെയാണ്. അതാണ് പരലോകത്തെക്കുറിച്ചുള്ള അശ്രദ്ധ എന്ന് പറഞ്ഞാൽ. ഇനി നോക്കൂ നിങ്ങൾ, സൂറത്ത് അൻആം മറിച്ചോളൂ. 156 സൂറത്ത് അൻആമിലെ 156 ആയത്ത് മറിക്കുക. 156 6-ാം അധ്യായം, 6-ാം അധ്യായത്തിലെ 156 ആയത്ത്. 156 ആയത്ത് ഞാൻ വായിക്കാം, ശ്രദ്ധിക്കാം. അൻ തഖൂലു ഇന്നമാ ഉൻസിലൽ കിതാബു അലാ ത്വാഇഫതൈനി മിൻ ഖബലിനാ വഇൻ കുന്നാ അൻ ദിറാസതിഹിം ലഗാഫിലീൻ. പരലോകത്ത് വരാൻ പോകുന്ന ഒരു വിഷയം അല്ല പറയാണ്, നാളെ സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയം അല്ല പറയാണ്. അൻ തഖൂലു ഇന്നമാ ഉൻസിലൽ കിതാബു അലാ ത്വാഇഫതൈനി മിൻ ഖബലിനാ വഇൻ കുന്നാ അൻ ദിറാസതിഹിം ലഗാഫിലീൻ. ഞങ്ങളുടെ മുമ്പുള്ള 2 വിഭാഗങ്ങൾക്ക് മാത്രമേ വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അവർ വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി ഞങ്ങൾ തീർത്തും അശ്രദ്ധരായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം എന്നതിനാലാണ് ഇത് അവതരിപ്പിച്ചത്. ഏത് അവതരിപ്പിച്ചത്? നേരെ മേൽത്തായത്ത് വായിക്കേ, നേരെ മേൽത്തായത്ത്. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. വഹാദാ കിതാബുൻ, ഈ ഗ്രന്ഥം, അൻസൽനാഹു, നാം അവതരിപ്പിച്ചിരിക്കുന്നു, മുബാറകുൻ, അനുഗ്രഹം നൽകപ്പെട്ട ഗ്രന്ഥം, ഫത്തബിഊഹു, അതുകൊണ്ട് നിങ്ങൾ ഇതിനെ പിൻപറ്റണം, വത്തഖൂ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം, ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. ഉണ്ടാവും. അപ്പോൾ തഖ്വ ഉണ്ടാകണമെങ്കിൽ ഖുർആൻ പഠിക്കണം. ഈ കിതാബ് അള്ളാഹു ഇറക്കിയിരിക്കുന്നു, ഇതാകട്ടെ നാം അവതരിപ്പിച്ച നന്മ നിറഞ്ഞ ഗ്രന്ഥം, അതാണ് അനുഗ്രഹം നിറഞ്ഞ ഗ്രന്ഥം. ഈ ഗ്രന്ഥം ഖുർആൻ, ഈ ഖുർആനെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. എന്തിനാണ് ഈ ഖുർആൻ ഇറക്കിയത്? പരലോകത്ത് വെച്ച് ജൂതന്മാരും ക്രിസ്ത്യാനികളും അടക്കമുള്ള ആളുകൾ പറയും, അല്ലെങ്കിൽ ഖുർആൻ അതിന് ശേഷമുള്ള ആൾക്കാർ പറയും, നമ്മൾ പറയും. എന്താ പറയുക? ജൂതന്മാരും ക്രിസ്ത്യാനികളല്ല, നമ്മളാ പറയുക. ഖുർആനിന് അനുയായികൾ നാളെ പരലോകത്ത് പറഞ്ഞേക്കുമെന്നതിനാൽ എന്താണ്? ഞങ്ങൾക്കൊരു വേദഗ്രന്ഥം കിട്ടിയിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് മുമ്പുള്ള ഇന്നമാ ഉൻസിലൽ കിതാബ് അലാ ത്വാഇഫതൈനി, മുമ്പ് കഴിഞ്ഞു പോയ 2 വിഭാഗത്തിന് തൗറാത്തും ഇഞ്ചീലും നീ കൊടുത്തു, ഞങ്ങൾക്കൊരു ഗ്രന്ഥം തന്നിട്ടില്ലല്ലോ. കണ്ടോ? ആ വേദഗ്രന്ഥത്തിൻ്റെ പഠനത്തിൽ ഞങ്ങൾ അശ്രദ്ധയിലായിരുന്നു. അൻ ദിറാസതിഹിം ലഗാഫിലീൻ, ദിറാസത്ത് പഠനാണ് എന്ന് പറഞ്ഞേക്കും എന്നതിനാൽ. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹ് പറഞ്ഞ ആശയം ഇപ്പോൾ വായിക്കാൻ നേരം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. എന്താണ്? അങ്ങനെ ഒരു ഗ്രന്ഥം ഞങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ലൗ അന്നാ ഉൻസില അലൈനൽ കിതാബു ലകുന്നാ അഹ്ദാ മിൻഹും. കണ്ടോ? ഈ മുമ്പ് കഴിഞ്ഞു പോയ 2 വിഭാഗങ്ങളെക്കാൾ ഏറ്റവും ഉഷാറ് ഞങ്ങളായിരിക്കും. കിതാബ് ഇല്ലെങ്കിലുള്ള അവസ്ഥ. അള്ളാഹ് ഒരു കിതാബ് ഖുർആൻ ഇറക്കിയിട്ടില്ല എന്ന് വിചാരിക്കുക. അള്ളാഹ് പറയാണ്, നോക്കൂ എത്രമാത്രം വ്യക്തമായിട്ടാണ് അള്ളാഹ് പറഞ്ഞത്. അള്ളാഹ് ഖുർആൻ ഇറക്കിയിട്ടില്ല എന്ന് വിചാരിക്കുക. ഇറക്കിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും പരലോകത്ത് ഇവർ പറയുക? ഞങ്ങൾക്കൊരു കിതാബ് തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളത് പഠിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് തന്നിരുന്നുവെങ്കിൽ അവരെക്കാൾ ഏറ്റവും ഉഷാർ, അഹ്ദാ, അവരെക്കാൾ ഉഷാർ, ലൗ അന്നാ ഉൻസില അലൈനൽ കിതാബു, ഞങ്ങളുടെ മേലൊരു ഗ്രന്ഥം ഞങ്ങൾക്ക് തന്നിരുന്നുവെങ്കിൽ. നിങ്ങൾ സങ്കല്പിക്കുക, ഖുർആൻ ഇറങ്ങിയിട്ടില്ല എന്ന് സങ്കല്പിക്കുക. ഖുർആൻ ഇല്ലാതെയാണ് ലോകം അവസാനിച്ച് പരലോകത്ത് ആൾക്കാർ വരണമെന്ന് വിചാരിക്കുക. അള്ളാഹ് പറഞ്ഞു തരികയാണ്, അള്ളാഹ് പറഞ്ഞത്. എങ്കിൽ പരലോകത്ത് വെച്ച് നമ്മൾ പറയത്രേ, അത് ഓർക്കല്ലേ കുറിച്ച് ഞങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് തന്നിരുന്നുവെങ്കിൽ, ഞങ്ങൾക്കൊരു ഗ്രന്ഥം അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ അഹ്ദാ മിൻകും, അല്ല ലകുന്ന അഹ്ദാ മിൻഹും, അവരെക്കാൾ ഏറ്റവും കൂടുതൽ, അഹ്ദാ എന്ന് പറഞ്ഞതാണ് കൂടുതൽ ഹിദായത്ത് പ്രാപിക്കുന്നവർ, കൂടുതൽ സന്മാർഗം പ്രാപിക്കുന്നവർ ഞങ്ങളാകുമായിരുന്നു എന്നും പറഞ്ഞേക്കുമെന്നതിനാൽ. അതുകൊണ്ട് ഫഖദ് ജാഅകും ബയ്യിനത്തും മിർ റബ്ബിക്കും വഹുദൻ വറഹ്മ, നിങ്ങളെ റബ്ബിൽ നിതാ കാരുണ്യം വന്നിരിക്കുന്നു, വ്യക്തമായ ദൃഷ്ടാന്തം വന്നിരിക്കുന്നു, മാർഗദർശനമാകുന്ന ഗ്രന്ഥം വന്നിരിക്കുന്നു. ബയ്യിനത്ത്, ഹുദ, റഹ്മത്ത്, ഇതൊക്കെ ഖുർആനെ പറ്റിയുള്ള വിശദീകരണം, ഖുർആൻ്റെ മറ്റ് വിശേഷണങ്ങളാണ്. അങ്ങനെ ഒരു ഗ്രന്ഥം നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു.
കണ്ടാ ദിറാസത്തിഹിം ലഗാഫിലി, ആ ഗാഫിലി എന്നുള്ള വാക്കാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ഗ്രന്ഥം കിട്ടാത്തതുകൊണ്ടല്ലേ എന്ന് പറയും, കിട്ടിയാൽ ഞങ്ങൾ ഇവരെക്കാൾ ഉഷാറാകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞേക്കുമെന്നതിനാൽ. അപ്പോൾ സഹോദരങ്ങളെ, ആ വഴി അടഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നാളെ പരലോകത്ത് പറയുക, അള്ളാഹ് മുൻകൂട്ടിയിട്ടാണ് നമുക്ക് പറഞ്ഞു തരണത്. അതുകൊണ്ട് ഇനി ഒരു രക്ഷയില്ല, നമുക്ക് ഒരിക്കലും തന്നെ അത് പറയാൻ കഴിയില്ല. നമുക്ക് ഒരിക്കലും തന്നെ ഒരു ഉദുറും പറയാൻ, പരലോകത്ത് വെച്ച് പറയാൻ നമുക്ക് കഴിയില്ല. അള്ളാഹുത്തിൽ അത്രയും വ്യക്തമായി കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരികയാണ്. ഇനി ദൃഷ്ടാന്തങ്ങളിൽ അശ്രദ്ധ നമ്മൾ നേരത്തെ പറഞ്ഞു 7:46, നിങ്ങൾ മറിക്കണ്ട, നിങ്ങൾ പിന്നീട് അത് വായിച്ച് നോക്കിയാൽ മതി. ദൃഷ്ടാന്തങ്ങൾ, ഓരോ ദൃഷ്ടാന്തങ്ങളിലെയും അശ്രദ്ധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇതേ സൂറത്തിലെ 172 നിങ്ങൾ മറിക്കണം. അത് ഒരു ഏറ്റുപറച്ചിലാണ്, അത് വായിക്കേണ്ട, കാണേണ്ടതാണ്. സൂറത്ത് അറാഫിലെ 172, സൂറത്ത് അറാഫിലെ 172, 146 പിന്നീട് നിങ്ങൾ പരിശോധിച്ചാൽ മതി. 146 ഇപ്പോൾ പരിശോധിക്കേണ്ട. ഇപ്പം നിങ്ങൾ നോക്കേണ്ടത് 172 സൂറത്ത് അറാഫിലെ 172 ആയത്ത്. എന്താണ് ആയത്ത്? അള്ളാഹു പറയുന്നത് കാണുക. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹിദിനാ അൻ തഖൂലൂ യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. എന്താ വിഷയം? നിൻ്റെ രക്ഷിതാവ്, അള്ളാഹ് പറയാണ്, നിൻ്റെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന് അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ മക്കളായിട്ട് ആദമിന് മക്കളായിട്ട് ഇങ്ങനെ വരികയാണ്. എന്ന് മാത്രമല്ല വഅശ്ഹദഹും അലാ അൻഫുസിഹിം, അവരുടെ കാര്യത്തിൽ അവരെ തന്നെ അവൻ സാക്ഷി നിർത്തുകയും ചെയ്തു. നമ്മളെ കാര്യത്തിൽ നമ്മളെ തന്നെ സാക്ഷി. എന്താണ്? അലസ്തു ബി റബ്ബിക്കും, നിങ്ങളെ റബ്ബ് ഞാനല്ലയോ എന്ന ചോദ്യമാണ്. ഞാൻ നിങ്ങൾ രക്ഷിതാവല്ലയോ എന്ന ചോദ്യം അവർ പറഞ്ഞു. കാലു ബലാ ഷഹിദിന, അതേ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, ഞങ്ങളതിന് സാക്ഷികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇത് പറയിപ്പിച്ചത്? ഓരോ കുഞ്ഞും അള്ളാഹുവാണ് റബ്ബി എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ജനിക്കണതെന്നാ. എന്തിനാണത്? അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി. എന്ത് പറയാതിരിക്കാൻ? ഇതിനെപ്പറ്റി ഞങ്ങൾ അശ്രദ്ധയിലായിരുന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടി. അള്ളാഹിനെപ്പറ്റി ഞങ്ങൾക്ക് കാരണം ഈ ഒരു ചെറിയൊരു കുട്ടി ജനിക്കുന്ന സമയത്ത് പോലും അല്ലാഹു തആല ആ ഒരു കുഞ്ഞിനെ പടച്ചിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രൂപത്തിലാണ്, സാക്ഷ്യപ്പെടുത്തുന്ന രൂപത്തിലാണ്. അത് കാണാനുള്ള തെളിവുകളൊക്കെ അള്ളാഹ് അവിടെ വെച്ചിട്ടുണ്ട്, അല്ലേ? ഒരു കടലാസ് നമ്മളെ മുന്നിൽ കണ്ടാൽ ആ കടലാസ് അവിടെ എത്താൻ ഒരു കാരണക്കാരനുണ്ടെന്നുള്ള തെളിവ് ഉറപ്പല്ലേ? ആണ്. ഇതേപോലെ ഒരു സൂര്യനും ചന്ദ്രൻ നക്ഷത്രങ്ങളും പലതും നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഒരു ശക്തി ഉണ്ട് എന്നത് നിർബന്ധമല്ലേ? മനസ്സിലാക്കൽ നിർബന്ധമല്ലേ? തെളിവല്ലേ? എങ്കിൽ അത് അള്ളാഹു പറഞ്ഞു. എന്തിനാണ് അള്ളാഹ് അങ്ങനെ സംവിധാനിച്ചത്? നിങ്ങൾ നാളെ പറയാതിരിക്കാൻ വേണ്ടി, ഞങ്ങൾ ഇതിനെക്കുറിച്ച് അശ്രദ്ധയിലായിരുന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടി. ശരി സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരിക്കലും അശ്രദ്ധയോടുകൂടി ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ദുനിയാവിൽ എങ്ങനെ ജീവിക്കണം, ഏത് രൂപത്തിൽ നമ്മൾ ജീവിക്കണം, നമ്മളെ വാക്കും പ്രവൃത്തിയും ഒക്കെ എങ്ങനെ, നമ്മളെ കർമ്മങ്ങളൊക്കെ എങ്ങനെ, ചില തിരിച്ചറിവോടുകൂടി, ചില ബോധത്തോടുകൂടി, മനസ്സാന്നിധ്യത്തോടുകൂടി, ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഒരിക്കലും അശ്രദ്ധമായി ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ പല ആൾക്കാരും അശ്രദ്ധയിലാണ്. ഇപ്പം നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹ് എന്താ പറഞ്ഞത്? നിസ്കരിച്ച ചില ആൾക്കാർ നരകത്തിലെത്തും. നിസ്കാരം പരലോകത്ത് ദുനിയാവുക്കുള്ളതല്ലല്ലോ. ചില ആൾക്കാർ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ നിസ്കാരം അത് ഒരു ഇസ്ലാമിക ഭരണകൂടം രാഷ്ട്രം ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു പരിശീലനം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അതൊന്നല്ല. മതം എന്ന് പറയുന്നത് ഇവിടെ രാഷ്ട്രം ഉണ്ടാക്കലോ ഇവിടെ ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാക്കലോ ഒന്നല്ല. മതത്തിൻ്റെ ലക്ഷ്യം എന്താ? മതത്തിൻ്റെ ലക്ഷ്യം ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാക്കലാണെങ്കിൽ ഇങ്ങനെ അധികാരം കിട്ടാതെ എത്ര പ്രവാചകന്മാർ മരിച്ചു പോയിട്ടുണ്ട്. മൂസാ നബിക്ക് അധികാരം ഒഴിഞ്ഞ കസാര കിട്ടിയില്ലേ? ഫിറഔനും കൂട്ടരും മുങ്ങി മരിച്ചില്ലേ? അധികാര കസാര അവിടെ കിടക്കല്ലേ? കയ്യിലെ വടിയില്ല, ആ വടിയോട് ഒരു അടിയും കൂടി അടിച്ച് അങ്ങോട്ട് തിരിച്ചെന്ന് മരിച്ചുകൂടേനെ മൂസാ നബിക്ക്? ആണോ? അതിനാണോ പ്രവാചകന്മാരെ നിയോഗിച്ചത്? അല്ലേ? ഫിർഔനിൻ്റെ ഈജിപ്തിലെ താഗൂത്തി ഭരണകൂടം എന്ന് പറഞ്ഞാൽ എന്താണ്? അനിസ്ലാമിക ഭരണകൂടം തകർന്നു. മൂസാ നബിയും കൂട്ടരും കാണുകയാണ്, അല്ലേ? ബനു ഇസ്രായേലിയുടെ മോചനം നടന്നു.
ഫിറഔനും കൂട്ടരും അതിൽ മുങ്ങി മരിച്ചു. മൂസാ നബിൻ്റെ കയ്യിൽ വടിയില്ലേ, ആ വടി കൊണ്ട് അള്ളാഹ് എന്താ പറയേണ്ടത്? ഒരു അടിയും കൂടി അടിച്ച് അങ്ങോട്ട് തന്നെ പോയിട്ടാണ് അവിടെ കൊട്ടാരം കാലിയാണ്, സിംഹാസനം കാലിയാണ്, ഭരിക്കാനല്ല പറയേണ്ടത്. ആണോ? അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. പിന്നെന്താ പറഞ്ഞത്? വാഗ്ദത്ത ഭൂമിയിലേക്ക് പാലനം ചെയ്യാനാണ് മൂസാ നബിയോട് പറഞ്ഞത്. അവിടെ കാറൂനുണ്ട്, ഹാമാനുണ്ട്, തൗഹീദ് പറഞ്ഞു കൊടുക്കണം, അതിനു വേണ്ടി പ്രബോധനം ചെയ്യാൻ വേണ്ടി പോകാനാണ് പറഞ്ഞത് അല്ലേ? അപ്പം ഇസ്ലാം എല്ലാ മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അത് ദുനിയാവിൻ്റെ എന്തെങ്കിലും കാര്യം കിട്ടാനെന്ന് മനസ്സിലാക്കി വെക്കരുത്. അതിന് അധികാരമാണെങ്കിലും രാഷ്ട്രമാണെങ്കിലും ഒക്കെ ശരി. ഇനി അള്ളാഹു നൽകുന്നുവെങ്കിൽ സ്വീകരിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടി ഭരണം, അത് സ്വീകരിക്കാം. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീന് പഠിപ്പിച്ചതും ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ ഭരണം കിട്ടാനാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, ഒരുപാട് പ്രവാചകന്മാർക്ക് ഭരണം കിട്ടാതെ പോയില്ലേ? അപ്പോൾ പ്രവാചകന്മാരുടെ ദൗത്യമൊന്നും എന്തല്ല, ഒരിക്കലും ഭരണം കിട്ടലല്ല. അള്ളാഹുത്തൽ അനുഗ്രഹിച്ച തന്നാൽ അത് വാങ്ങാം, അല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിസ്കാരം അതൊരിക്കലും ദുനിയാവിന് വേണ്ടിയല്ല, പരലോകത്തിന് വേണ്ടിയാണ്. എന്നിട്ട് പോലും ആ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ആളുകൾ അശ്രദ്ധയിലാണ്. അങ്ങനെ അശ്രദ്ധയിൽ നമസ്കരിക്കുന്ന ആളുകൾക്ക് നരകം എന്ന ആയത്ത് നിങ്ങൾക്ക് കാണാപാടാണല്ലോ. ആണ്, ശരി. അതുപോലെ ഒരിക്കലും അശ്രദ്ധ പാടില്ലാത്ത മറ്റൊരു കാര്യമുണ്ട്. ആ കാര്യം എന്താ? പരിശുദ്ധ ഖുർആനിൽ ഗഫലത്തുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ പറയുമ്പോൾ അതിന് ബാക്കിലും മുന്നിൽ നിങ്ങൾ മറച്ചു നോക്കിയാൽ ഒരു സംഭവം കാണാം. എന്താണ്? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ചും ഇതിൻ്റെ അപാരമായ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ വലുപ്പം മനസ്സിലാകുമ്പോൾ നമ്മളറിയാതെ പറഞ്ഞു പോകുന്ന ഓരോ ദിക്റുകളുണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇതൊക്കെ വെറുതെ ഇങ്ങനെ നാവ് കൊണ്ട് പറയേണ്ട ഒരു അതര വ്യായാമമല്ല, മറിച്ചെന്താണ്? ഹൃദയത്തിൽ തട്ടിയിട്ട് പറയാനുള്ളതാണ്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക്. സുബ്ഹാനക് കണ്ടോ? അപ്പോൾ സുബ്ഹാനക് ആ കായതൻ അല്ലാഹ് എന്നാണ്. സുബ്ഹാനക്, സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മളെ ചിന്തയിൽ നിന്ന് വരേണ്ടതാണ്. അപ്പോൾ ഒരിക്കലും തന്നെ ബോധമില്ലാതെ പറയാൻ പാടില്ലാത്ത കാര്യം എന്താണ്? അശ്രദ്ധയോടുകൂടി പറയാൻ ഒരിക്കലും പാടില്ലാത്ത കാര്യം നിങ്ങൾക്ക് കാണാം. അത് സൂറത്ത് അറാഫിലെ തന്നെ ഈ സൂറത്തിലെ തന്നെ മറിക്കേണ്ട 205 ആയത്ത്. ഒരു 2 പേജ് മറിച്ചാൽ മതി. 205 ആയത്ത് വായിക്കൂ. എന്താണ് 205 ആയത്ത്? 205, 7ൽ 205 നിർബന്ധമായി നമ്മൾ കേൾക്കേണ്ടതാണ്. 7ൽ 205, 7ൽ 205 ആയത്തെന്താണ്? വദ്കുർ റബ്ബക ഫീ നഫ്സിക വദ്കുർ റബ്ബക ഫീ നഫ്സിക തദർറുഅൻ വഖീഫതൻ വദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഗുദുവി വൽ ആസാൽ വലാ തകും മിനൽ ഗാഫിലീൻ വലാ തകും മിനൽ ഗാഫിലീൻ. വദ്കുർ റബ്ബക ഫീ നഫ്സിക, നിൻ്റെ റബ്ബിനെ നീ ദിക്ർ ചെയ്യണം. ഫീ നഫ്സിക, എന്താ നഫ്സ്? മനസ്സിൽ. വദ്കുർ, ദിക്ർ പറയണം, ഓർക്കണം, സ്മരിക്കണം, ദിക്ർ പറയണം. വദ്കുർ റബ്ബക, നിന്ന് റബ്ബിനെ ദിക്ർ പറ. ഫീ നഫ്സിക, മനസ്സിൽ, ഹൃദയത്തിൽ. കണ്ടോ? തദർറുഅൻ വഖീഫതൻ, വിനയത്തോടെ ഭയത്തോടെ. ദൂനൽ ജഹ്ലി മിനൽ ഖൗലി, ഉറക്കുള്ള വാക്കുകൾ പറയാതെ, അട്ടഹസിക്കുന്ന ഉറക്ക ശബ്ദമുയർത്തി പറയാതെ. ബിൽ ഉദുവി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരവും. വലാ തകുൻ, നീ ഒരിക്കലുമാകരുത്. മിനൽ ഗാഫിലീൻ, അശ്രദ്ധയുള്ളവരുടെ കൂട്ടത്തിലാവരുത്. വലാ തകുൻ മിനൽ ഗാഫിലീൻ, ഒരിക്കലും അശ്രദ്ധയുള്ളവരുടെ കൂട്ടത്തിലാകരുത്. അപ്പോൾ അശ്രദ്ധയോടുകൂടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണ്? ദിക്റുകളാണ്. ദിക്റിൻ്റെ സ്ഥാനം എവിടെയാണ്? മനസ്സാണ്, ഹൃദയമാണ്. ആ ഹൃദയത്തിൽ തട്ടിയിട്ട് ദിക്റ് പറയണമെങ്കിൽ എന്ത് വേണം? ഖുർആനിൽ പഠിക്കണം. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. എന്താ അതിൻ്റെ അർത്ഥം? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. കണ്ടോ? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന ആയത്തിറങ്ങിയപ്പോൾ അത് എവിടെ പറയണം? സുജൂദിൽ പറയണം എന്ന് റസൂലിന് വഹി വന്നു. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, അതിൻ്റെ അർത്ഥം എന്താ? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് നീ പറയുന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് നീ പറയുന്നതാണ്. ഇവിടെ പറഞ്ഞ് സുജൂദിലാ പറയേണ്ടത്. എന്താ കാരണം? അതിന് ശേഷം പറയുന്നുണ്ട് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന് സുജൂദിൽ ഒരാൾ പറയുമ്പോൾ അയാളെ മനസ്സിലുണ്ടാകേണ്ടത് അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ വല്ലദീ അഖ്റജൽ മർഅ ഫജഅഉ സാഅൻ നഹ്വാ. കണ്ടാ? സനുഖ്രിയുക ഫലാ തൻസാ. പിന്നെ ഖുർആനിലേക്ക് ആണ് പോകുന്നത്. നമ്മളെ സൃഷ്ടിച്ചു, സംവിധാനിച്ചു, ശരിപ്പെടുത്തി നമ്മളെ അവയവങ്ങൾ സുജൂദിലേക്ക് വെക്കുമ്പോൾ നമ്മളെ ഓർമ്മ വേണം. ഈ കയ്യും കാലും ഉണ്ടായിട്ട് കാര്യം എത്രയോ ആളുകൾ
ഇതൊക്കെ ഒരൊറ്റ ചലനമാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇന്നത്തെ പത്രത്തിൽ വായിച്ചില്ലേ, ഇന്നലെ രാത്രി നടന്ന ഒരു ഫുട്ബോൾ കളിയിൽ ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനായ ഒരു ഫുട്ബോൾ പ്ലെയർ പെട്ടെന്ന് തളർന്നു വീഴാണ് അല്ലേ. പെട്ടെന്നൊരു ഫുട്ബോൾ പ്ലെയറുടെ ആരോഗ്യം എത്ര ഉണ്ടാകും, എത്രമാത്രം എക്സസൈസ് ചെയ്യുന്നുണ്ടാകും, എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ടാകും അല്ലേ. അങ്ങനെയുള്ള അപ്പോൾ ആരോഗ്യമല്ല സഹോദരങ്ങളെ നമ്മുടെ എക്സസൈസോ നമ്മുടെ വ്യായാമങ്ങളോ ഒന്നുമല്ല, മറിച്ച് നിങ്ങൾ കണ്ടില്ലേ തളർന്ന് കിടക്കുന്ന എത്ര ആളുകളുണ്ട്. കോട്ടക്കൽ ആരോഗ്യശാലയിലൊന്ന് പോയി നോക്കൂ, നിങ്ങൾ ജനറൽ വാർഡിലൊന്ന് പോയി നോക്കൂ. 20, 25, 30 വയസ്സുള്ള ആൾക്കാർ ഇങ്ങനെ തളർന്ന് കിടക്കുക അല്ലേ. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല, ഒരു ഗ്ലാസ് വെള്ളം സ്വന്തം കൈകൊണ്ട് കുടിക്കാൻ ആഗ്രഹിച്ചിട്ട് കഴിയാതെ തളർന്ന് കിടക്കുകയാണ്, പാത്തിയിലിട്ട് ഒഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വർഷങ്ങളായി ഒരു പ്രതീക്ഷയില്ല എഴുന്നേൽക്കുന്ന, ഒരു ഭാഗം തളർന്നുപോയി പെട്ടെന്ന്. എത്ര ആളുകളുണ്ട്. പടച്ചോനെ എൻ്റെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നു, എൻ്റെ കൈകാലുകളൊക്കെ ചലിക്കുന്നു, റബ്ബേ ഇതാ നാളെ എന്താകും, അടുത്ത നിമിഷം എന്താകുമെന്ന് എനിക്കറിയില്ല, ഇതാ ഈ സുജൂദിന് അവയവങ്ങൾ വെച്ചു, അല്ലദീ ഖലഖ ഫസവ്വാ. എത്രമാത്രം അർത്ഥവത്താണ് സഹോദരങ്ങളെ. ഇങ്ങനെ ഓരോ ദിക്റുകളും നമ്മൾ മനസ്സിൽ തട്ടിക്കൊണ്ടാണ് നമ്മൾ പറയേണ്ടത്, അർത്ഥം ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത്. വദുക്കുർ റബ്ബ. അപ്പോൾ ഒരിക്കലും അശ്രദ്ധ പാടില്ല എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ മനസ്സിലതുണ്ടെന്ന് മാത്രമല്ല, മറിച്ച് ഞാനത് എന്തിനാണ് പറയുന്നത് ഉണ്ടോ. അൽഹംദുലില്ലാ എന്ന് പറയാൻ കുറേ കാരണമില്ലേ, അത് അറിയണം. ഖുലിൽ അൽഹംദുലില്ലാ എന്ന് നീ പറയണം, ഖുർആനിലുണ്ട്. അതിൻ്റെ കാരണം അറിഞ്ഞുകൊണ്ടായിരിക്കണത് പറയേണ്ടത്. അല്ലാഹു അക്ബർ എന്ന് പറയാൻ ഫക്കബ്ബിർഹു തക്ബീറ, അല്ലാഹു അക്ബർ എന്ന് നീ പറയും, കാരണങ്ങളുണ്ട്. ഇത് അറിഞ്ഞുകൊണ്ടായിരിക്കണം സഹോദരങ്ങളെ നമ്മൾ പറയേണ്ടത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഒരിക്കലും അശ്രദ്ധയോടുകൂടി ഒരു ദിക്റും പറയരുത്. കാരണം ഇത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പടച്ചവനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പറയേണ്ടത്, പടച്ചവനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയേണ്ടത്. മനസ്സിലില്ലാതെ പറയുന്ന ആത്മാർത്ഥത ഇല്ലാത്തതാണ് അല്ലേ, ആത്മാർത്ഥത ഇല്ലാത്തതാണ്. അപ്പോൾ അള്ളാഹിനുള്ള സ്നേഹം ആത്മാർത്ഥത ഇല്ലാത്ത സ്നേഹമായി മാറും. പടച്ചവൻ വെറുതെ വിടൂല, പടച്ചവനാണിത്. പടച്ചവനോട് നമ്മൾ കാണിക്കുന്ന ഏതൊരു കാര്യവും ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കണം. ആത്മാർത്ഥത ഇല്ലാത്തത് പറഞ്ഞാൽ റബ്ബ് നമ്മളെ പരീക്ഷിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. റബ്ബ് നമ്മളെ സ്ഥിതിഷ്ടമായി പരീക്ഷിക്കും, അത് നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകിച്ച് വലാ തക്കും മിനൽ ഗാഫിലിൻ. അപ്പോൾ അശ്രദ്ധയോടുകൂടി ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം അതെന്താണ്, ദിക്റുകളാണ്. അപ്പോൾ ശ്രദ്ധയോടുകൂടി ദിക്ർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നാമതായി നമുക്ക് ബോധം ഉണ്ടാകണം. ഇപ്പോൾ എത്രമാത്രം എന്ന് പറഞ്ഞാൽ ഈ ദിക്റുകൾ ചെല്ലുന്ന ആളുകൾ വരെ ഒരു പ്രത്യേക മാലകൾ ഉപയോഗിച്ചുകൊണ്ട് ചെല്ലും അല്ലേ. തസ്ബീഹ് മാല എന്നാണ് അതിന് പേര് തന്നെ. ആ തസ്ബീഹ് മാല കൊണ്ട്, അങ്ങനെ ഒരു മാല റസൂലുള്ളാഹിന്റെ കാലത്തില്ല ഉണ്ടോ. റസൂൽ പറയുന്നത് വിരലിൽ എണ്ണിക്കോളിന്നാ, വിരലിൽ എണ്ണം പിടിക്കുക. വിരലിൽ എണ്ണം പിടിച്ചാൽ ആ വിരലുകൾ നാളെ ശുപാർശ പറയുന്നതാണ്, പരലോകത്ത് ശുപാർശ പറയുന്നതാണ് അല്ലേ. അപ്പം യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ വരെ നിങ്ങൾ കണ്ടില്ലേ, ദിക്ർ ചെല്ലുന്നവർ വരെ തന്നെ ചില ബസ്സിലൊക്കെ കയറിയിട്ട് അങ്ങനെ അവർ ഉറങ്ങിപ്പോകും, പിന്നെ അതങ്ങനെ പോവുകയാണ്. അങ്ങനെ ഒരിക്കലും ഉറങ്ങിയിട്ടോ അശ്രദ്ധയോട് കൂടിയിട്ടോ മനസ്സാന്നിധ്യമില്ലാതെ നമ്മൾ ഒരിക്കലും സഹോദരങ്ങളെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹനെ നമ്മൾ ഓർത്തിട്ടാണ് പറയണത്. അത് ആത്മാർത്ഥതയോട് കൂടി ആയിരിക്കണം ആ ഓർമ്മ. പടച്ചോനെ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് പടച്ചോനെക്കുറിച്ചുള്ള ഓർമ്മയോട് കൂടി തന്നെ ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം, അത്രയും ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കണം. ആ ഒരു വാക്കിനെ റബ്ബ് സ്വീകരിക്കുക, ആ ഒരു സ്നേഹത്തെയാണ് അല്ലാഹു തആല കബൂൽ ചെയ്യുക. ആ ഒരു ആത്മാർത്ഥതക്കാണ് നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടുക. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഒരിക്കലും അശ്രദ്ധയോടുകൂടി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ ദിക്റുകൾ വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ അറിയേണ്ട കാര്യം, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമുക്ക് കഥകൾ പറഞ്ഞു തരുന്നു. രണ്ട് കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ലാഹു തആല നമുക്ക് പല കഥകൾ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മളത് പഠിച്ചതാണ്. നിങ്ങൾ ആയത്തുകൾ മറിക്കേണ്ട, നിങ്ങൾ കേട്ടാൽ മാത്രം മതി, ആയത്തുകൾ മറിക്കേണ്ടതില്ല, കേട്ടാൽ മാത്രം മതി. എന്താണ് സൂറത്ത് 12-ാം അധ്യായം, ആ 12-ാം അധ്യായത്തിലെ 3-ാമത്തെ ആയത്ത്, 12-ാം അധ്യായത്തിലെ 3-ാമത്തെ ആയത്തും അതുപോലെ തന്നെ ആ 12-ാം അധ്യായത്തിലെ 3-ാമത്തെ ആയത്ത്, ആ 3-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് നബിയോട് പറയാണ്. നിങ്ങൾക്ക് ആയത്ത് കേട്ടാൽ മതി, ആയത്ത് നിങ്ങൾ മറിക്കണ്ട. എന്താണ് നബിയോട് പറയുന്ന കാര്യം? നബിയെ അഭിസംബോധന ഇത് പറഞ്ഞ കാര്യമാണ്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി, ഏറ്റവും നല്ല കഥകൾ നിനക്ക് നാം പറഞ്ഞു തരികയാണ്. നഹ്നു നഖുസ്സു അലൈക, നിനക്ക് നാം കഥ പറഞ്ഞു കിസ്സ പറഞ്ഞു തരികയാണ്. അലൈക അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ല കഥകൾ, ജീവിതത്തിൽ പഠിക്കേണ്ട കഥകൾ. ആവശ്യമില്ലാത്ത കുറേ കഥകൾ നമ്മളെ കുട്ടികളൊക്കെ വായിക്കണം അല്ലേ. നമ്മളെ കുട്ടികൾ എന്തെല്ലാം കഥകൾ വായിക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ കുട്ടികൾ ബന്ധപ്പെടുന്നുണ്ട്, പലതും ആവശ്യമില്ലാത്തതാണ്. നല്ല നല്ല കഥകൾ അല്ലേ, ജീവിതത്തിൽ നന്നാവാൻ പറ്റിയ ചെറിയ കുട്ടികളൊക്കെ ചെറിയ പ്രായത്തിലെ നമ്മൾ കുട്ടികളെ ആ രൂപത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നല്ല കഥകൾ നിനക്ക് നാം പറഞ്ഞു തരികയാണ് വഹിയായിട്ട്. ഇതിലാണ് നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈന ഇലൈക ഹാദൽ ഖുർആൻ, ഔഹൈന ഇലൈക ഹാദൽ ഖുർആൻ, ഈ ഖുർആനിൽ നിനക്ക് വഹിയായിട്ട് നല്ല നല്ല കഥകൾ പറഞ്ഞു തരികയാണ്.
ആ കഥകളിൽ ചിലതൊക്കെയാണ്, കഥകൾ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങളല്ല കേട്ടോ, സമൂഹത്തിന് കഴിഞ്ഞു പോലെ സമൂഹത്തിൻ്റെ സത്യസന്ധമായ ചരിത്ര സംഭവങ്ങളാണ്. ആ ചരിത്ര സംഭവങ്ങൾ നിനക്ക് നാം വഹിയായി ഈ ഖുർആനിൽ പറഞ്ഞു തരികയാണ്. വഇൻ കുൻത മിൻ ഖബിലിഹി ലമിനൽ ഗാഫിലീൻ. കണ്ടോ എന്താ അല്ലാഹു പറഞ്ഞത്? വഇൻ കുൻത മിൻ ഖബിലിഹി ലമിനൽ ഗാഫിലീൻ. ഇത് അറിയുന്നതിന് മുമ്പ് നീ ഗാഫിലീങ്ങളിൽപ്പെട്ടവനായിരുന്നു, അശ്രദ്ധയിൽപ്പെട്ടവനായിരുന്നു, അശ്രദ്ധയുള്ളവരിൽപ്പെട്ടവനായിരുന്നു. അപ്പം നബിക്ക് ഈ കഥയെക്കുറിച്ച് അള്ളാഹു വഹിയായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നബി ആ കഥയെക്കുറിച്ച് നന്നായി പഠിച്ചു മനസ്സിലാക്കുന്നത്. അതുവരെ അക്കാലഘട്ടത്തിൽ അസ്ഹാബുൽ കഹ്ഫിനെ പറ്റിയിട്ട് മക്കത്ത് ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് മക്കക്കാരായ ആളുകൾക്ക് അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി അറിയില്ലേ? ആനക്കലഹ സംഭവത്തെക്കുറിച്ച് അവർക്ക് അറിയില്ലേ? എന്തെല്ലാം അവിടെ ഖുർആനിൽ പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളെക്കുറിച്ചും ധാരണയുള്ളവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ എന്തായിരുന്നു സംഭവം? അവർക്കുള്ളതൊക്കെ ഊഹങ്ങളായിരുന്നു. എന്തൊക്കെയോ പണ്ട് നടന്നിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ സത്യമായ കാര്യങ്ങളൊന്നും അറിയില്ല. ഖുർആനിൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് അതിന് ശരിക്കുള്ള സത്യം എന്താണെന്ന് അവരറിയണത്, ശരിക്കുള്ള കഥ എന്താണെന്ന് അറിയണത്. അപ്പം ഇപ്പോൾ പല ആളുകളും പല ജാഹിലിയത്തിലുണ്ട് അല്ലേ? എന്തെല്ലാം കെട്ടുകഥകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, എന്തെല്ലാം കെട്ടുകഥകൾ. ഓരോ പണ്ഡിതന്മാർ വരെ കെട്ടുകഥകൾ പ്രചരിപ്പിക്കുകയാണ്, ഇല്ലാത്ത കഥകൾ, സ്വപ്ന കഥകൾ പ്രചരിപ്പിക്കുകയാണ്, വേണ്ടാത്ത കഥകൾ പ്രചരിപ്പിക്കുകയാണ് അല്ലേ? ആളുകളെ ശിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോകുന്ന കഥകളാണ് ആൾക്കാർ, പണ്ഡിതന്മാർ വരെ പ്രചരിപ്പിക്കുന്നത്. എങ്കിൽ ഇങ്ങനെ കെട്ടുകഥകളല്ല, ഊഹാപോഹങ്ങളല്ല, മറിച്ച് തൗഹീദിൽ ഉറപ്പിച്ച് നിർത്തുന്ന, പരലോകം രക്ഷപ്പെടുത്തുന്ന, ദുനിയാവിലെ പ്രതിസന്ധികളിലൊക്കെ നല്ല ഈമാനും ശക്തിയും കിട്ടുന്ന, അതിന് ഉതകുന്ന നല്ല നല്ല കഥകൾ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു തരാണ്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഊഹൈനയിലേക ഹാദൽ ഖുർആൻ. ഈ ഖുർആനിൽ അപ്പോൾ അതിന് മുമ്പ് ഈ ഖുർആൻ അല്ലാഹു പറഞ്ഞ മുമ്പ് അശ്രദ്ധയിലാണ്. അപ്പോൾ നമ്മളിത് വായിക്കണ മുമ്പ് നമുക്കിതിനെപ്പറ്റി അറിയില്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ, കഥകളൊന്നും നമുക്കതിനെപ്പറ്റിയൊക്കെ ചില ചിന്തകൾ മാത്രമേ, ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനെ യാഥാർത്ഥ്യങ്ങൾ നമുക്കറിയില്ല, നമ്മളതിനെപ്പറ്റി അശ്രദ്ധയിലാണ്. നബിയോട് പറഞ്ഞ കാര്യം തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഈ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുന്നു. അപ്പോൾ നമ്മൾ ഖുർആൻ പഠിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞ നമ്മുടെ ദർസിൽ അത് പഠിച്ചപ്പോൾ എത്രമാത്രം അത് പഠിച്ച ആൾക്കാർക്ക് അറിയാം. അവരോട് നിങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് ചോദിച്ചു നോക്കൂ. ആ ദർസിൽ പഠിച്ചപ്പോൾ നമ്മൾ ആയത്തുകളൊക്കെ കണ്ട് ഖുർആനിലെ ഇപ്പോൾ സമൂഹത്തിനെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞ മുഴുവൻ സ്ഥലങ്ങളും അതിനെക്കുറിച്ച് പറഞ്ഞത് അല്ലേ, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ശരിക്കും അവരുടെ ഒരു ചിത്രം നമുക്ക് കിട്ടുകയാണ്. അവരെവിടെ ജീവിച്ച സ്ഥലം, കാലഘട്ടം ഏത്, പ്രവാചകൻ ആര്, അവരുടെ അവസ്ഥകൾ എന്തായിരുന്നു, അവരുടെ പ്രത്യേകത എന്തായിരുന്നു, അവരെങ്ങനെ ശിക്ഷിക്കപ്പെട്ടത്, ഇന്ന് അവരുടെ അടയാളങ്ങൾ എന്തൊക്കെ ബാക്കിയുണ്ട്, ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ശരിക്കൊരു ചിത്രം നമുക്ക് കിട്ടുകയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമുക്ക് കിട്ടിയതാണ്. അസ്ഹാബുർ റസ്സ് ആരാണ് അല്ലേ, കൃത്യമായിട്ട് അസ്ഹാബുൽ ഐക്കത്ത് ആരാണ്, അവർ ജീവിച്ച സ്ഥലം എന്ത്, അള്ളാഹ് ഇങ്ങനെ പറയാൻ കാരണം എന്താണ്, നമുക്കതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അവരെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന തെളിവുകൾ എന്തൊക്കെയാണ്. ഇത് ഖുർആനിനെ മുന്നിൽ വെച്ച് ഖുർആനിൽ അള്ളാഹ് ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നത് വരെ നമ്മൾ ഗാഫിലീങ്ങളാണ്. ഈ ഗഫലത്തോടു കൂടി നമ്മൾ മരിച്ചു പോയാൽ പരലോകത്ത് രക്ഷപ്പെടില്ല സഹോദരങ്ങളെ. ആയത്തുകൾ ഒരുപാട് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പരലോകത്ത് അല്ലാഹു തആല അവൻ്റെ മുന്നിൽ വിചാരണയൊക്കെ കൊണ്ടുവരുമ്പോൾ റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ മുട്ടുമടക്കി, റബ്ബിൻ്റെ മുന്നിൽ നമ്മളെ എന്തൊക്കെ ദുനിയാവിലെല്ലാം നമ്മൾ അടിയറ വെച്ചിട്ട് റബ്ബിൻ്റെ മുന്നിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് അശ്രദ്ധയിലായിരുന്നു എന്ന് പറയുന്നൊരവസ്ഥ വരാനുണ്ടല്ലോ. നമ്മൾ ആയത്ത് പഠിച്ചതാണല്ലോ, ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? സൂറത്ത് മുഅ്മിനൂനിലെ 7-ാമത്തെ ആയത്തിൽ 23-7, 23-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ, മറിക്കണ്ട കേട്ടാൽ മതി, നിങ്ങൾ കേട്ടാൽ മതി, മറിക്കണ്ട. 23-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുഅ്മിനൂനിൽ ഈമാനുള്ള ആൾക്കാരെക്കുറിച്ച് പറയാണ്. സൂറത്ത് മുഅ്മിനിൻ്റെ പ്രത്യേകത എന്താണ്? ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും പഠിക്കേണ്ട സൂറത്താണ്. ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിർബന്ധമായും പഠിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ മുഅ്മിനൂൻ. അതിന് പ്രത്യേകത, കാരണം ആ സൂറത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരാളെ ഈമാൻ നഷ്ടപ്പെടാൻ കാരണമാകുന്ന സംഗതികളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈമാനോടൊക്കെ ജീവിച്ച് കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മൾ കാഫിറായിട്ട് മരിച്ചു പോയേക്കാം. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്, മുഅ്മിനായി പിന്നെ കാഫിറായി പിന്നെയും മുഅ്മിനായി പിന്നെയും കാഫിറായി മരിച്ചു പോകും അല്ലേ. വൈകുന്നേരം രാവിലത്തെ മുഅ്മിൻ വൈകുന്നേരം കാഫിറായി മാറും. ഇതൊക്കെ തന്നെയാണ്, ഈമാൻ ഇങ്ങനെ കൂടി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. സൂറത്ത് മുഅ്മിനൂനിൽ അല്ലാഹു തആല ഒരു മനുഷ്യൻ്റെ ഈമാൻ നഷ്ടപ്പെടാൻ കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള മുന്നറിയിപ്പാണ്. നമ്മൾ അശ്രദ്ധയിലാകുന്ന വിഷയങ്ങളുണ്ട്, അതിൽ നമ്മളെ ശ്രദ്ധയെ തിരിക്കുകയാണ് ആ സൂറത്തിൻ്റെ പ്രത്യേകത. ആ സൂറത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, അല്ലാഹു തആല സൃഷ്ടിച്ച അല്ലാഹുവിൻ്റെ ഒരു നടപടിക്രമവും അശ്രദ്ധയോടുകൂടി ഉണ്ടായിട്ടില്ല. എന്തിനാണ് അല്ലാഹ് അങ്ങനെ പറഞ്ഞത്?
എന്തിനാ അള്ളാഹ് പറഞ്ഞത്? ആയത്ത് കേൾക്കും നിങ്ങൾ. വലഖദ് ഖലഖ്നാ ഫൗഖക്കും സബ്അ തറായിക, നിങ്ങൾക്ക് മീതെ 7 പദങ്ങളെ നാം സൃഷ്ടിച്ചു. 7 പദങ്ങൾ, തറായിക്ക് എന്ന് പറഞ്ഞാൽ പദങ്ങൾ, വഴികൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ആകാശമാണ്. 7 ആകാശങ്ങളെ നാം നിങ്ങൾക്ക് മീതെ പടച്ചു. വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ, വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ, ആ സൃഷ്ടിപ്പിൽ ഞാൻ ഒരിക്കലും നാം അശ്രദ്ധനായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹുത്തൽ അത് ചെയ്യേണ്ട പ്രകാരത്തിനും സൃഷ്ടിക്കേണ്ട വിധത്തിലാണ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അശ്രദ്ധയോടുകൂടി വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ, ആ സൃഷ്ടിപ്പിനെപ്പറ്റി നാം ഒരിക്കലും അശ്രദ്ധനായിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും അള്ളാഹിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അത് തികച്ചും ശ്രദ്ധയോടുകൂടി തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ സൃഷ്ടികളിൽ ഒരു സൃഷ്ടിയായ നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്. അതാണ് ലിതുന്ദിറ ഖൗമൻ മാ ഉന്ദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ, അശ്രദ്ധയിലായ ഒരു ജനതയെ താക്കീത് നൽകാൻ വേണ്ടിയാണ് റസൂല ഈ ഖുർആൻ, യാസീൻ വൽ ഖുർആനിൽ ഹക്കീം എന്നുള്ള പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കണം, ഖുർആൻ വായിക്കണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധത്തിലേക്ക് വരും, നമ്മുടെ ചിന്തയിലേക്ക് വരും. അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഇനിയും അങ്ങനെ ജീവിച്ചാലും ഒരു പക്ഷേ നമുക്ക് ഗഫലത്തുകൾ വരാം, പല കാര്യത്തിലും ഗഫലത്ത് വരാം. ഇനി നമുക്ക് വേണ്ടത് പ്രാർത്ഥനയാണ്. ഗഫലത്ത് വരാം, അതുകൊണ്ട് ആ ഗഫലത്ത് അല്ലാഹു തആല ഗഫലത്തിൽ നിന്ന് നമ്മളെ കാക്കണം. കാരണം ശ്രദ്ധിക്കേണ്ടിയിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. അത് ഉണ്ടാവരുത്. പലപ്പോഴും അങ്ങനെയാണല്ലോ, അബദ്ധം സംഭവിക്കൽ അങ്ങനെയാണ് അല്ലേ? ആ കാര്യം ഞാൻ കൂടുതലൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു, ആ കാര്യം ഞാൻ കൂടുതലൊന്ന് അറിയേണ്ട കാര്യമായിരുന്നു. ഖുർആനൊക്കെ നമ്മൾ പഠിച്ചു വായിച്ചു, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ചില സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അതിലൊക്കെ നമുക്ക് അശ്രദ്ധ വരാം. അത് ദുനിയാവിൻ്റെ കാര്യമാകാം, പരലോകത്തിൻ്റെ കാര്യമൊക്കെ ആകാം. അപ്പം സഹായിക്കേണ്ടത് പടച്ചവനാണ് അല്ലേ? അപ്പോൾ പടച്ചവനോട് നമ്മൾ ഗഫലത്ത് ഒരു വലിയ അപകടമാണ്. ഗഫലത്ത് ഒരു വലിയ അപകടമാണ്. അതുകൊണ്ട് അല്ലാഹു തആല 9 കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കുന്ന ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ആ 9 കാര്യത്തിൽ ഒരു കാര്യം ഗഫലത്താണ്. 9 അപകടകരമായ 9 കാര്യങ്ങൾ, നമ്മളെ ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുത്തുന്ന അപകടകരമായ 9 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചുകൊണ്ട് നമ്മളെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കലാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഇനി ഗഫലത്ത് വരാതിരിക്കാൻ നമുക്ക് വേണ്ടത് പ്രാർത്ഥിക്കലാണ്. അതുകൂടി ആയാൽ ഈ വിഷയം പൂർണ്ണമായി. അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവും, അള്ളാഹു നമ്മളെ സഹായിക്കും. 9 കാര്യങ്ങളിൽ നിന്നാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമുക്കത് പറയാൻ ഉള്ള സമയം ഈ സമയത്തില്ല, നമ്മൾ എഴുതിയെടുത്ത് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഗഫലത്ത് വരാതിരിക്കാനുള്ള പ്രാർത്ഥന കൂടി പഠിപ്പിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഗഫലത്ത് മാത്രമല്ല, ഗഫലത്ത് അടക്കമുള്ള 9 കാര്യങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ നമ്മളിത് പഠിക്കും. അത് പഠിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് സൂറത്ത് യാസീനിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അല്ലാഹു തആല നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് നമ്മൾ പഠിച്ച ഈ ക്ലാസ്സിലെ നമ്മൾ പറഞ്ഞ ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള ഉത്തരങ്ങൾ നാളെ മുതൽ അടുത്ത ശനിയാഴ്ച വരെ മഗ്‌രിബിന് ശേഷമുള്ള ദർസിൽ ആ കാര്യങ്ങൾ നമുക്ക് സമയത്തിനനുസരിച്ച് നമ്മൾ വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങൾ മറക്കാതെ നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന കാലം അത്രയും ഖുർആനിനെ പറ്റി നന്നായി ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കി അതുപ്രകാരം ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി നമ്മളെ, നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രതിസന്ധികളിൽ നിന്നെല്ലാം നമുക്ക് അല്ലാഹു മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ മഹാമാരിയിൽ നിന്ന് നമ്മളെ മക്കളെയും നമ്മളെ മാതാപിതാക്കളെയും നമ്മളെ വീടിനെയും നമ്മളെ നാടിനെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളെ കെടുതികളിൽ നിന്നും അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാ വദറകിൽ ഷഖാ വസൂഇൽ ഖളാ വശമാതത്തിൽ അദാ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.